വെൽക്കം ടു മൈ ചാനൽ ഇവാൻ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എൻ്റെ ജീന വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ് ഞാൻ വല്യമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ പോയി കുറേ പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ അപ്പൂട്ടിയേട്ടനൊക്കെ കാണാം. പിന്നെ ഇന്ന് ഓണമായി ഗൈസ്, ഹാപ്പി ഓണം. പിന്നെ ഒന്നുമില്ല, ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾക്ക് പോവല്ല ഞാൻ പോവാം. ഞങ്ങൾ ജീരോലിയമ്മൻ്റെ വീട്ടിൽ പോയിട്ട് വേറെ കാര്യം പറഞ്ഞു ഗൈസ്. അപ്പോൾ സോറി. എന്താ വെച്ചാൽ ഞങ്ങൾ ജീരോലിയമ്മേൻ്റെ അവിടെ പോയിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് അവിടെ ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. ഗുരുവായൂർ അടുക്കാൻ പറ്റില്ല, ഓണമല്ലേ ഗൈസ്. ഓണം ഈസ് ദ ബെസ്റ്റ് സെലിബ്രേഷൻ ഇൻ ദ കേരള. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം. ഗൈസ് നമ്മൾ എത്തിയിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ട് നമ്മൾ കേരള കലാമണ്ഡലം, നമ്മളിവിടെ പാലക്കാടാണ് കേരള. പിന്നെ വരുമ്പോൾ ഞങ്ങൾ കേരള കലാമണ്ഡലമൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ കൊടുത്തു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ നോക്കാം. ഇതാണ് എൻ്റെ അമ്മ. ചേച്ചി ഭക്ഷണം കഴിക്കാൻ ഗൈസ്. ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഗൈസ് അയ്യോ വിജയ പാപ്പ ഇന്ന് ആൾക്കാരോട് എന്തിനു പറയണ്ടോ? ഇന്ന് ഞങ്ങള് ഓണാണ്, അടിച്ചു പൊളിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളെല്ലാവരും. ജീനുലിയമ്മ എന്തിനു പറയണ്ടോ? ഹാപ്പി ഓണം മോനെ. ഇത് കാണിക്കണ്ടല്ലോ, എൻ്റെ അമ്മയാണല്ലോ. ഹലോ ഗൈസ് അല്ലേ, ബൈ ഗൈസ് പോവണേ. ഇല്ലല്ല പിന്നെ നിങ്ങൾ പറഞ്ഞോളൂ. എനിക്കൊന്നും പറയാനില്ലടാ, എനിക്കൊന്നും പറയാനില്ല ഗൈസ്. ഓക്കെ, ഞാൻ മേളില് പോയോക്കെ ഓട്ടെ. ഓക്കെ അല്ലേ, എന്താ എടുക്കണമെന്നില്ല അമ്മച്ചിയെ. അപ്പൊ ഗൈസ് നമ്മള് ഇനി അടുത്തത് എവിടേക്കാണ്? ബെഡ്റൂം അല്ല, എവിടേക്കാണ് പോകുന്നത്? ഇന്നലെ ഓണായിരുന്നു ഗൈസ്, ഓണത്തിൻ്റെ പരിപാടിയായിരുന്നു. അതിൽ ഏട്ടൻ്റെ എനിക്ക് 3 സമ്മാനം കിട്ടി, ഏട്ടന് 2 സമ്മാനം കിട്ടി. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഗുരുവായൂർ അടമേ ഇപ്പം പോയി ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി ഗുരുവായൂർ ട്രിപ്പ് നമ്മൾക്ക് ഗുരുവായൂരിൽ നിന്ന് കാണാം, ഇനി വണ്ടിയിൽ നിന്നും കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ 2 ഏട്ടന്മാർ. നമ്മൾ 3 ഏട്ടന്മാരാണ്, ബിക്കോസ് എന്താ വെച്ചാൽ ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ ഗൈസ് എന്നാ ബൈ. ഞങ്ങൾ ഗുരുവായൂർ പോകാൻ ഉള്ളൊരു തിരക്കിലാണ്. അപ്പോൾ ഗൈസ് ഞാനൊരു സ്പെഷ്യൽ സാധനം കാണിച്ചു തരാം ഗൈസ്. ഇത് ജീനോലിയമ്മ, ഇത് നരേന്ദ്രമോദിയാണ് ഗൈസ്. നരേന്ദ്രമോദി ഇത് ചെയ്യുന്നതാണ്. തായ്ലൻഡിൽ നിന്നാണ് ചോദിക്കണ്ടേ, എന്നാലും തായ്ലൻഡിൽ നിന്നല്ല, പക്ക ഫേക്കാണ്, പക്ക ഫേക്കാണ് ഏട്ടൻ. നേരത്തെ നരേന്ദ്രമോദി ജീനോലിയമ്മയ്ക്ക് റോസ് തരുന്ന ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര എനിക്ക് എന്തൊക്കെയോ തോന്നി. എൻ്റെ വല്യമ്മയാണല്ലോ നരേന്ദ്രമോദിയിൽ നിൽക്കണ്. വൈബ്. അപ്പൂട്ടിയെണ്ണവിടെ ഗൈസ്, അപ്പൂട്ടിയെണ്ണ വിളിച്ചോണ്ടോന്നരാം അല്ല ഗൈസ്. അപ്പോൾ അത് പുതുക്കിയതാണ്, പുതുക്കിയതിന് സിമെൻ്റൊക്കെ കാണാൻ പറ്റും. അത് എന്താ വെച്ചാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് താനേ റെഡി ആയിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് അത് നോക്കരുത്, ഞാൻ കാണിച്ചത്. ചിലപ്പോൾ ഒരു കണ്ണ് കാണും, അതിൻ്റെ അടിയിലാണ് മൂപ്പരുള്ളത്.
കാണണ്ടോന്നാവോ? കാണുന്നില്ല ഗൈസ്. എന്താ കാണണ്ടോന്ന് അറിയില്ല. ഗൈസ് അതാണ് ജാക്കി. പപ്പുട്ടിയേട്ടനെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഗായ്സ് നമ്മൾ എന്താ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ എത്തിയിട്ടുള്ളൂ, എന്നാലും നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടില്ല, ടെമ്പിളിലേക്ക് എത്തിയിട്ടില്ല. ടെമ്പിളിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അപ്പൂട്ടിയേട്ടനൊക്കെ എന്തോ പോലെ നടക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങളെല്ലാവരും ഉണ്ട് ഗൈസ്, ആരും ഒഴിവായിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഗുരുവായൂർ ക്ഷേത്രം അതാണ്. ആ ലൈറ്റ് കണ്ടോ? അതാ ലൈറ്റ്. ഞങ്ങൾ അമ്മ എന്താ ബാക്കിലാണ് നടക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഫുൾ വ്യൂ കാണിച്ച്. അപ്പോൾ ഗൈസ് ഞാൻ പെട്ടു ഗൈസ്. എന്താ വെച്ചാൽ അമ്മ കുറേ നമ്മളെ മുല്ല പൂവുണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ തിരഞ്ഞൊക്കെ ഉണ്ട് ഏതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഗായ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെത്തിയുമ്പോൾ നമ്മൾക്ക് കുറേ കടകൾ കാണും. കുറേ എന്ന് പറഞ്ഞാൽ കുറേ കടകൾ കാണും ഗായ്സ്. അപ്പോൾ ഗായ്സ് അതിൻ്റെ ഉള്ളിൽ കുറേ കടകളുണ്ടാവും. പിന്നെ അവിടെ ഇങ്ങനെ തൂണും ഉണ്ടാവും. ആ തൂണിൽ കുറേ പിക്ചേഴ്സ് മീനിങ് ഫോട്ടോസ് ഉണ്ടാവും. നമ്മളെ ഫോട്ടോസൊന്നല്ല, നമ്മളൊക്കെ ആരാ, വിഷ്ണു, കൃഷ്ണൻ, അതിൻ്റെയൊക്കെ രാമൻ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ ഫോട്ടോസ് ഉണ്ടാവും. ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. ഫുള്ള് വെജിറ്റേറിയനാണ്. എന്താ വെച്ചാൽ ഇവിടെ വെജ് ആൾക്കാരെ വരുള്ളൂ. അപ്പോൾ അവർക്ക് വെജ് ഉണ്ടാവും പറ്റുള്ളൂ അവിടേക്ക് കയറ്റാൻ. ഈസ്റ്റ് നടയിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് നടയിൽ നിന്ന് അവിടെ പൂക്കളൊക്കെ ഇട്ടുണ്ട് ഗൈസ്. നല്ല സൂപ്പർ പൂക്കളാണ്. ഇത് അതിൻ്റെ അടിയിൽ കണ്ണന് എഴുതിയിട്ടുണ്ട്. ഈ പൂക്കളം എന്താണെന്നൊക്കെ അറിയില്ല, എല്ലാം പിച്ച് ചീന്തിയിട്ടുണ്ട്. പിന്നെ എന്താ അതിൽ കുറേ പൈസയുണ്ട്. മണി പൈസ ഏയ് മണി പൈസ ഓ മണി ഇട്ട് കാണിച്ച്. പിന്നെ അതിന് കണ്ണന് അടിയിൽ ഇങ്ങനെ പച്ച അതുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അവിടെ ആരും തട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറേ ഡെസ്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ടെമ്പിളിലേക്ക് കയറണം. അപ്പോൾ ഗൈസ് ടെമ്പിളിലേക്ക് കയറാൻ പറ്റില്ല, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് തൊഴാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഫുള്ള് ലൈനാണ് ഗൈസ്. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഫുള്ള് ലൈനാണ്. ആ ലൈന് ആണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ ഫോട്ടോഗ്രാഫിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ തമനയിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ടെമ്പിളൊക്കെ കണ്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇറങ്ങണ സ്ഥലത്തൊരു കൊമ്പൻ ആന ഇങ്ങനെ കുറേ കഴിക്കുന്നുണ്ട്. നല്ല ഫുഡി ആനയാണ്. അതിന് വിനായകൻ എന്താണ് പേര്. നല്ല എന്തോ പനയോല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തീറ്റയിലാണ് ആള്. അപ്പോൾ ഗായ്സ് അതിൻ്റെ ആനേൻ്റെ പുറത്ത് ഒരു ഇരുമ്പിൻ്റെ ഒരു ചങ്ങലയും വെച്ചിട്ടുണ്ട്. അവിടെ 2 ആനകളുണ്ട് കേട്ടോ. അവിടെ രണ്ട് കൊമ്പൻ ആനകൾ. അപ്പോൾ അതിന് എന്തൊരു മഞ്ഞ എന്താണ് കൊടുത്തിരിക്കണത്. മഞ്ഞ മിന്നി അതാണ് കൊടുത്തിരിക്കണത്. പിന്നെ ഇത് നല്ല ചെവിയും നല്ല ഉഷാറിലാണ് ആളുള്ളത്. ഏട്ടനാണെങ്കിൽ ആനേനെ കണ്ടിട്ട് കുറച്ച് സാറ്റിസ്ഫൈഡ് അല്ല, എന്താ അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇറങ്ങി വരുമ്പോൾ കുറേ ഒരു പോണ്ട് മീനിങ് ഒരു കുളം കാണുമ്പോൾ വായിൽ മുണങ്ങണില്ല ഗൈസ്. കുളം കാണുമ്പോൾ പോണ്ട്, ഇതാണ് പോണ്ട്. അവിടേക്ക് ഇറങ്ങരുത് ചക്കക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലെ കൃഷ്ണനെ നമ്മൾക്ക് കാണാൻ പറ്റും. പിന്നെ ഗായ്സ് എനിക്ക് 1K വ്യൂവേഴ്സാണ്. എനിക്ക് ഷോർട്സ് ഇട്ടിട്ടാണ് ഇത് കൂടിയത്. അപ്പോൾ ഗായ്സ് ഇതന്നെ തുടർന്നുകൊണ്ട് ഇരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് 36 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ
കൃഷ്ണനൊക്കെ കണ്ടിട്ടുണ്ട്. രാധയാണോ കൃഷ്ണനാണോ എനിക്കറിയില്ല. അതൊക്കെ കണ്ടിട്ട് നമ്മൾ മെല്ലെ 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 ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഗായ്സ് ഞാൻ ഇറങ്ങി ഇവിടെ ഇതാട്ടോ എന്താ ബോർഡ് എന്താ വെച്ചാൽ ഇവിടെ ഇറങ്ങരുതെന്ന്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അടുത്ത ദിവസം നമ്മൾക്ക് ശവപ്പെട്ടീൻ്റെ ഉള്ളിലിരിക്കാം. അപ്പോൾ ഗായ്സ് ഇത്രയും വലിയ ലൈനാണ്. ഇതാണ് ഇത് ഊണിന് വേണ്ടിയിട്ട്. അപ്പോൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകാൻ എത്ര ലൈൻ ഉണ്ടാവും. ഊണാണെങ്കിൽ ചിലവരൊന്നും കഴിക്കില്ല. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്നും ചമ്മിണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇത് പായസം എടുക്കാൻ പോയി അതുവരെ. എന്നിട്ട് പായസം കിട്ടിയില്ല, അത് പായസം കഴിഞ്ഞു. പിന്നെ നമ്മളങ്ങനെ ഇറങ്ങി തുടങ്ങി, മതിയായി ഇറങ്ങി. ഓഫ് ചെയ്താണല്ലോ. അപ്പോൾ ഇറങ്ങി നമ്മൾ അതിൻ്റെ പോവാണ്. പോകുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ പൂർണ്ണചന്ദ്രനാന്നൊക്കെ അറിയില്ല, ആ ചന്ദ്രനെ നോക്കി കണ്ടുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ നല്ല സുന്ദരി ആയിക്കുണ്ട്, നമ്മളെ പൂവും ഒക്കെ വെച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ മെല്ലെ കഴിച്ചു. എന്നിട്ട് കഴിച്ചിട്ട് ഇറങ്ങാൻ വെച്ചിട്ട് കഴിക്കണ വീഡിയോ ഞാൻ മറന്നു. നല്ല വിശക്കുണ്ടായിരുന്നു, അതുകൊണ്ട് കഴിക്കുന്ന വീഡിയോ ഒക്കെ കട്ടായി പോയി. അപ്പോൾ ഗായ്സ് എല്ലാവരും ഇത് കഴിയാണ്. അപ്പോൾ ഗായ്സ് ബൈ ഗായ്സ്, താങ്ക് യു. അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അമ്പലത്തിൽ കയറിയ ഒരാളുണ്ടായിരുന്നു. ഏട്ട അവിടെ ഡിഫൻഡർ കണ്ടു എന്ന് വെച്ചിട്ട് അത് നോക്കിക്കഴിഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വരുന്നത് കണ്ടത്. അപ്പോൾ ഉണ്ണിമുകുന്ദനെ ഞങ്ങൾ അവിടുന്ന് നിർത്തിയിട്ട് ഉണ്ണിമുകുന്ദൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞവരെ നിർത്തിയിട്ട് ഞങ്ങൾ കണ്ടു. നല്ല രസമായി. എനിക്ക് ഹാൻഡ് ഷേക്കൊക്കെ തന്ന് ഞങ്ങൾ പുറപ്പെട്ടു ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മളത്തെ ഇന്നത്തെ ഒരു റിവ്യൂ. അപ്പോൾ ഗായ്സ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് എപ്പോഴോ പറഞ്ഞു.